കോൺസുലേറ്റിലെ അറ്റാഷയ്ക്ക് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് കസ്റ്റംസ്. ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തിയിരുന്ന വിവരം അറ്റാഷയെ അറിയുമായിരുന്നുവെന്നും കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നു. അറ്റാഷയുടെ വീട്ടിലേക്ക് പരിശോധനയില്ലാതെ ഡിപ്ലോമാറ്റിക് ബാഗേജ് സാഹചര്യങ്ങളിൽ എത്തുന്നതുമായി സരിത സന്ദീപിനോട് പറഞ്ഞതാണ് പദ്ധതിക്ക് വഴിയൊരുക്കിയതെന്നും കസ്റ്റംസ് കണ്ടെത്തി. എൻ ശ്രീനാഥാണ് ചേരുന്നത്. ശ്രീനാഥ്, ഒരുപക്ഷെ ഇതുവരെയുള്ള വിവരങ്ങളിൽ ഏറ്റവും നിർണായകമായത് അറ്റാഷയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. എത്രമാത്രം അറിയാമായിരുന്നു എന്നാണ് കസ്റ്റംസ് വിലയിരുത്തുന്നത്? ഗോപികൃഷ്ണൻ, 2019 ജനുവരി മാസത്തിൽ സന്ദീപും സരിത്തും തമ്മിലൊരു സൗഹൃദ സംഭാഷണത്തിനിടയിലാണ് ഈ സ്വർണ്ണക്കടത്ത് എന്ന ആശയം, അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജിലെ സ്വർണ്ണക്കടത്ത് എന്ന ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. സരിത്ത് അന്ന് സന്ദീപിനോട് പറഞ്ഞത് അറ്റാഷയുടെ വീട്ടിലേക്ക്, അന്ന് ഇവര് സരിത്ത് ഇയാളെ വിശേഷിപ്പിക്കുന്ന അറബി എന്നാണ്, അറബിയുടെ വീട്ടിലേക്ക് നിരവധി സാധനങ്ങൾ ദുബൈയിൽ നിന്ന് എത്തുന്നുണ്ട്. ഈ സാധനങ്ങളൊന്നും പരിശോധന കൂടാതെയാണ് എത്തുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ പരിശോധന കൂടാതെ എത്തുന്നത് എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നൊരു സംവിധാനം വഴിയാണ് എത്തുന്നത്, അതുകൊണ്ട് ഇതിന് പരിശോധനയില്ല, അതുകൊണ്ട് കസ്റ്റംസ് ഇക്കാര്യം പരിശോധിക്കില്ല എന്ന് സന്ദീപിനോട് സരിത്ത് പറയുന്നു. അപ്പോഴാണ് സന്ദീപ് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സ്വർണം കടത്തിക്കൂടാ എന്നൊരാശയം തിരിച്ച് ചോദിക്കുകയും അങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്ത്, ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് എന്ന ആശയം ഉണ്ടാകുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് 2014 സന്ദീപ് 1.5 കിലോഗ്രാം സ്വർണം കടത്തിയിരുന്നു. അന്ന് അത് കസ്റ്റംസ് പിടിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സന്ദീപ് സ്വർണം കടത്തിയോ എന്ന് കസ്റ്റംസിന് അറിയില്ല, പക്ഷേ കടത്തി കാണും എന്നാണ് സന്ദീപ് പറയുന്നത്. അത്തരത്തിലുള്ള റിസ്ക് ഒഴിവാക്കി, വലിയ റിസ്ക് ഉള്ള ഒരു ജോലിയാണിത്, അതുകൊണ്ട് റിസ്ക് ഒഴിവാക്കി സ്വർണം കടത്താൻ ഇത് ഏറ്റവും നല്ല മാർഗമാണ് എന്നുള്ള രീതിയിലാണ് സന്ദീപ് ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന ആശയത്തിൽ പിടിച്ചു കയറുന്നത്. അപ്പോൾ അന്ന് സന്ദീപിൻ്റെ സുഹൃത്തായിരുന്നു സ്വപ്ന. അപ്പോൾ സ്വപ്നയെ ഉപയോഗിച്ചാൽ, UAE കോൺസുലേറ്റിലെ ജീവനക്കാരിയായ സ്വപ്നയെ ഉപയോഗിച്ചാൽ ഈ കാര്യം എളുപ്പം നടക്കാം എന്നറിയുകയും സ്വപ്നയോട് ഈ കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ തന്നെ, ഈ ആശയം കേട്ടപ്പോൾ തന്നെ സ്വപ്ന ഇത് സ്വീകരിക്കുകയും ഇത് നടപ്പാക്കാം, അറ്റാഷ എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല, അറ്റാഷയോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് അറ്റാഷയോട് സ്വപ്നയാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് അറ്റാഷയ്ക്ക് ഈ കേസുമായുള്ള ബന്ധം വരുന്നത്. അങ്ങനെ അറ്റാഷയോട് കൂടെ സമ്മതത്തോടു കൂടി, അറ്റാഷയോട് കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്നാണ് ഇപ്പോൾ കസ്റ്റംസിന് വിവരം ലഭിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അറ്റാഷയ്ക്ക് എന്താണ് പ്രയോജനമുണ്ടാകുന്നത്, അല്ലെങ്കിൽ അറ്റാഷയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കസ്റ്റംസിന് ഇപ്പോൾ വ്യക്തതയില്ല. അക്കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും മാത്രമേ. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായത് അറ്റാഷെ ഈ വിവരം അറിഞ്ഞിരുന്നു, ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള കടത്ത് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്, കസ്റ്റംസ് തന്നെ പറയുന്നത്. അറ്റാഷെ വിവരം അറിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും നിർണായകം. ഇനി ശ്രീനാഥ് പറഞ്ഞ പോലെ അവർക്ക് അതിൻ്റെ മെച്ചം എന്താണ് കിട്ടിയത് എന്നുള്ളതാണ്. അത് കസ്റ്റംസിനെ കൊണ്ട് അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണോ? ഒന്നാമത് അറ്റാഷ ഇവിടെ ഇല്ല. അത് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഏജൻസിയാണ് വേണ്ടത്? നിലവിൽ പ്രായോഗികമായിട്ട് അതിനുള്ള നിയമ സംവിധാനങ്ങൾ എന്താണ്? അതിൽ പ്രായോഗികമായി ഒട്ടേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നയതന്ത്ര പരിരക്ഷ അറ്റാഷയ്ക്കുണ്ട്. പ്രത്യേകിച്ച് അറ്റാഷ ഇപ്പോൾ നാട് കടന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അറ്റാഷയെ വേറെ ഏതെങ്കിലും രാജ്യത്തെ കോൺസുലേറ്റിലെ അംബാസഡറാക്കിയോ മറ്റോ UAE മാറ്റുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ നിയമപരമായ പരിരക്ഷ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രതികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക മാത്രമേ ഇക്കാര്യത്തിൽ സാധ്യമാവൂ. അറ്റാഷയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും പ്രായോഗിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് കസ്റ്റംസും NIAയും കരുതുന്നത്. അവർക്ക് അതിനകത്ത് വലിയൊരു ആശ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, വലിയൊരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തിലൂടെ സന്ദീപും സ്വപ്നയും തിരുവനന്തപുരത്ത് ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് ഭൂമി വാങ്ങിച്ചത് എന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും സ്വപ്നയെ ചോദ്യം ചെയ്യും എന്ന് കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് NIAയുടെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണോ അതോ സ്വപ്നയെ കസ്റ്റഡിയിൽ വാങ്ങി, കസ്റ്റംസ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പ് ഇതുവരെ ആയിട്ടില്ല. ഒരുപക്ഷെ NIAയുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ സ്വപ്ന ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് തന്നെ കസ്റ്റംസിനെ ചോദ്യം ചെയ്യാനൊരു സൗകര്യം അവർ ഒരുക്കി കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ചോദ്യം ചെയ്യാം എന്നാണ് കരുതുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച, ഈ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് വിവിധ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം സഹായിച്ചത് സരിത്താണ് ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കി. ഇങ്ങനെ ഓരോരുത്തർക്കും അതായത് ഈ ഓരോ ഡിപ്ലോമാറ്റിക് ബാഗേജ് വരുമ്പോഴും അതിലൊരു ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്ന് കുറിക്കുന്ന സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, അതെന്തോ ആവട്ടെ, അതെല്ലാം വ്യാജമായിരുന്നു, അത് ഇവിടെ ഉണ്ടാക്കിയതാണ് എന്നാണോ പറയുന്നത്?
അങ്ങനെ കസ്റ്റംസ് പറയുന്നില്ല. പക്ഷേ NIA പറയുന്നുണ്ട് ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് വ്യാജമായിരുന്നു, മാത്രമല്ല ഇക്കാര്യത്തിൽ അറ്റാഷിയുടെ കത്ത് വ്യാജമായിരുന്നു എന്നൊക്കെ NIA പറയുന്നുണ്ട്. പക്ഷേ കസ്റ്റംസ് അക്കാര്യത്തിൽ പറയുന്നത് ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതായിരുന്നില്ല, ഇത് കൃത്യമായ ഡിപ്ലോമാറ്റിക് ബാഗേജ് തന്നെയായിരുന്നു. മാത്രമല്ല ഇത് സംബന്ധിച്ച് അറ്റാഷെ നൽകിയിരിക്കുന്ന കത്ത്, ഏറ്റവും അവസാനം അറ്റാഷെ നൽകിയ കത്ത് പോലും അയാളുടെ കൃത്യമായ ഒപ്പായിരുന്നു. അയാൾ തന്നെ കൈകൊണ്ട് പതിച്ച, അത് സീലായിരുന്നില്ല, കൈകൊണ്ട് പതിച്ച ഒപ്പായിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവും കസ്റ്റംസിനില്ല. പക്ഷേ NIA ഇക്കാര്യം അത്ര കണ്ട് സ്ഥിരീകരിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അറ്റാഷയുടെ പങ്ക് വളരെ വ്യക്തമാണ് എന്ന് കസ്റ്റംസ് അടിവരയിട്ട് പറയുന്നുണ്ട്. അറ്റാഷയെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ആ തലത്തിലേക്കുള്ള അന്വേഷണം നടക്കുകയുള്ളൂ. മാത്രമല്ല അറ്റാഷയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ, അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അസാധ്യമായ ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ അവരുടെ മുന്നിലിരിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ നയതന്ത്ര തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. UAE ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഒരു ക്ലാരിറ്റിക്ക് കൂടി വേണ്ടി, അതായത് ഇത്രയും കാലം നടന്നുവെന്ന് കസ്റ്റംസും ഉദ്യോഗസ്ഥരും പറയുന്ന ഈ ഇടപാടിൽ നിയമപരമായ രേഖകൾ, അറ്റാഷെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള രേഖകൾ, അത് ഒറിജിനൽ ആയിരുന്നു അല്ലേ? അറ്റാഷെ ഉൾപ്പെടുന്ന രേഖകൾ യഥാർത്ഥമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് നമുക്ക് നൽകുന്ന വിവരം. എന്ത് വ്യാജരേഖയാണ് സരിത്ത് ഉണ്ടാക്കിയത് എന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നില്ല. പക്ഷേ അറ്റാഷയുമായി ബന്ധപ്പെട്ട രേഖകൾ, കസ്റ്റംസുമായി ബന്ധപ്പെട്ട രേഖകൾ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായുള്ള ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതൊക്കെ തന്നെ ഒറിജിനലായിരുന്നു എന്ന് കസ്റ്റംസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ NIAക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട്. പക്ഷേ കസ്റ്റംസ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും വകയില്ലാത്ത വിധം അവർ പറയുന്നുണ്ട്. കൃത്യമായി അറ്റാഷയുടെ ഒപ്പായിരുന്നു, അറ്റാഷയുടെ രേഖയായിരുന്നു, അത് കൃത്യമായി UAE കോൺസുലേറ്റിന്റെ രേഖയായിരുന്നു എന്ന് കസ്റ്റംസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. IT വകുപ്പിലെ